Okay, good evening everyone. എല്ലാവരും IT കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണോ അതോ ഇനി അതർ സ്ട്രീംസ് നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആൾക്കാരുണ്ടോ? ജസ്റ്റ് ഹാൻഡ് റൈസ് അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Okay. Screen share ചെയ്യട്ടെ. സ്ക്രീൻ വിസിബിൾ ആണല്ലോ? ഞാൻ തൽക്കാലം വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സ്ക്രീൻ വിസിബിൾ ആണല്ലോ? Yes sir, screen visible. സോ നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് ഓവറോൾ നമുക്ക് ഓരോ മോഡ്യൂൾ നോക്കാം. ഓരോ മോഡ്യൂളിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്താണ്, അവിടുത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരാൻ സാധ്യത ഡിസ്കസ് ചെയ്ത് പോകാം. കുറച്ച് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പ്രോഗ്രാംസ് ഞാനൊന്ന് ബേസ് വളരെ ഇതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കുക. നമുക്കത് സംശയം ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഈ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോമൺ സബ്ജക്റ്റ് ആണ്. എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും നമുക്കുണ്ട്, പഠിക്കാനുണ്ട്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫോർ നോൺ IT സ്റ്റുഡൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്ത ആൾക്കാരുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ക്വസ്റ്റ്യൻസ് പേപ്പർ സെറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ആയിരിക്കും. അപ്പം കമ്പ്യൂട്ടർ സയൻസിലെ ഒരു കുട്ടികൾ എഴുതുന്ന അത്രയും ഒരു സീരിയസ്നെസ്സോട് തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. കാര്യം നോൺ IT അല്ലെങ്കിൽ നോൺ CS ബ്രാഞ്ചസിന് ഫോക്കസ് ചെയ്തുകൊണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല എക്സാംസിന് വരുന്നത്. അത് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ബിക്കോസ് കമ്പ്യൂട്ടർ സയൻസിന്റെ കോഡ് ആയതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ സ്കീം എല്ലാം സെറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിന് അത്രയും ഒരു സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിലും നല്ല റിസൾട്ടിനകത്ത് കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ നമുക്കൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 19th എക്സാം തോന്നുന്നല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനി പഠിച്ചാലും നിങ്ങൾക്ക് കുറെ അധികം സ്കോർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. ഇവിടെ ബേസിക് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു ആർക്കിടെക്ചർ, പഴയ ഇൻപുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ തമ്മിലുള്ള കമ്പാരിസൺസ്, എന്താണ് ലോ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്ന കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള പാർട്ടുകളാണ് ആദ്യത്തെ ഈ ടോപ്പിക്കിൽ വരുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് ഫ്ലോ ചാർട്ടും അൽഗോരിതംസും. അപ്പം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഒരു അൽഗോരിതം എഴുതാനോ അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനോ ഒക്കെ ആയിരിക്കും സാധാരണ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിക്കുന്നത്. നമുക്കൊന്ന് യൂണിവേഴ്സിറ്റി എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് മോഡ്യൂളിൽ ചോദിച്ചേക്കുന്നത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഞാൻ കുറച്ച് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിന്റെ എസ്എ പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് എ ബബിൾ സോർട്ട്. ഒരു ബബിൾ സോർട്ടിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ്. ഇത് റെഗുലർ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, സപ്ലിമെന്ററി ആണെന്ന് നോക്കാം. ഇത് സപ്ലിമെന്ററി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. റീസെന്റ് നടന്നത് ജാനുവരി 2024 നടന്ന സപ്ലിമെന്ററി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഫ്ലോ ചാർട്ട് ഫോർ എ ബബിൾ സോർട്ട്. ബബിൾ സോർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? നിങ്ങൾ
സോ ബബിൾ സോർട്ടിന്റെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് അറൌണ്ട് 10 മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ കമ്പൈലർ ആൻഡ് ഇന്റർപ്രിറ്റർ, ഇന്റർപ്രിറ്റർ കമ്പൈലർ തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ ആണ് ചോദിച്ചിട്ടുണ്ട് അവിടെ. ദെൻ അൽഗോരിതം ഫോർ ലീനിയർ സെർച്ച്, ഡെമോൺസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ദ ഗിവൺ അറേ. അതാ ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയാം അത് ഇത്ര സിമ്പിൾ ആയിട്ടല്ല ചോദിച്ചിരിക്കുന്നത്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുന്നത്. സോ ലീനിയർ സെർച്ചിന്റെ ഒരു അൽഗോരിതം എഴുതാനാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അതിന്റെ അൽഗോരിതംസ് ഒക്കെ എഴുതി കാണിക്കുന്ന ആ ഒരു മോഡൽ ചെയ്യേണ്ടത്. ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഷെയർ ചെയ്യാം. സോ അൽഗോരിതം നമുക്ക് പല രീതിയിൽ എഴുതാം. ഇത് ഒരു വേ ഓഫ് റൈറ്റിംഗ് അൽഗോരിതം ആണ്. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. നോക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ സോൾവ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അതിന് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് കാണാൻ ആദ്യം നമ്പേഴ്സ് റെഡി ചെയ്യണം, പിന്നെ ആഡ് ചെയ്യണം, അതിന് ഡിവൈഡ് ചെയ്ത് ആ സ്റ്റെപ്പ് നമ്മൾ, അതായത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സിനെ നമ്മളവിടെ കാണിക്കുകയാണ് നമ്മൾ ഈ അൽഗോരിതത്തിൽ ചെയ്യുന്നത്. അത് നമുക്ക് ഞാൻ കുറെ എക്സാംസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു ഡ്രൈവിലാക്കിയിട്ടുണ്ട്, ഞാൻ ഡ്രൈവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എഴുതാം. ഇത് പല രീതിയിൽ പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിൽ കാണിക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് എന്താണോ ആ പ്രോഗ്രാം ചെയ്യേണ്ടതിന്റെ സ്റ്റെപ്സ് എഴുതുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അൽഗോരിതത്തിൽ എഴുതേണ്ടത്. നിങ്ങൾക്ക് അത് അറിയാൻ വിചാരിക്കുന്നത്. ഞാൻ ഒത്തിരി സമയം ഈ ഒരു ടോപ്പിക്കിൽ സമയം കളയുന്നില്ല, ബിക്കോസ് നമുക്ക് അങ്ങോട്ടുള്ള ടോപ്പിക് കുറച്ചുകൂടി സമയം നമുക്ക് എടുക്കാം. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുന്ന പ്രോസസ്സിന് എന്ത് ചെയ്യുക, നമ്മളിത് ഇവിടെ നോക്കിയാൽ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എഴുതിയേക്കുന്നതാണ്. So distance between two cities in kilometer is input through the keyboard. Write an algorithm to convert and print the distance in meters. അതെങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് എടുക്കുക, ഡിസ്റ്റൻസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളത് നമുക്ക് ചെയ്യണം. ഇവിടെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ബബിൾ സോർട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ബബിൾ സോർട്ടിന്റെ ലോജിക് ആണെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റുന്നത്. ഫ്ലോ ചാർട്ടും അൽഗോരിതം, അതായത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് അൽഗോരിതംസ്, ലീനിയർ സെർച്ച്, ബബിൾ സോർട്ട്, അങ്ങനത്തെ കുറച്ച് അതായത് പ്രൈം നമ്പർ കാൽക്കുലേഷൻ ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് അൽഗോരിതംസ് നിങ്ങൾ ബേസിക്കലി നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും മിക്കവാറും വരുന്നത്. ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സോൾവ് ചെയ്യുന്നതിനകത്തുള്ള ഇക്വേഷൻസ് എവിടെ നോക്കിയേ, ആ കേസിനെ ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഫ്ലോ ചാർട്ട് ടു കാൽക്കുലേറ്റ് ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് നമുക്ക് സെർച്ച് ചെയ്ത് കുറച്ച് ബേസിക് കുറച്ച് അൽഗോരിതം, അതായത് ഞാൻ പറയുകയാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അതേപോലെ തന്നെ പ്രൈം നമ്പർ കാൽക്കുലേഷൻ, അതേപോലെ തന്നെ ബബിൾ സോർട്ട്, ലീനിയർ സെർച്ച്, ഇങ്ങനത്തെ കുറച്ച് അൽഗോരിതംസ് ഫ്ലോ ചാർട്ടും നിങ്ങൾ പഠിച്ചു വയ്ക്കും. ഇതിൽ നിന്ന് കുറച്ച് കിട്ടും. അത് അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറയാം, പിന്നെ നോക്കുകയാണെങ്കിൽ വീണ്ടും ബബിൾ സോർട്ട് ചോദിച്ചിട്ടുണ്ട്, ബബിൾ സോർട്ടിന്റെ അൽഗോരിതം ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു സപ്ലിമെന്ററി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. സപ്ലിമെന്ററി എക്സാമിനേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അത്ര എളുപ്പമൊന്നായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. ഫ്ലോ ചാർട്ട് കാൽക്കുലേറ്റ് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തുണ്ട്. ഫൈൻഡ് ദി സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. കണ്ടോ, നമുക്ക് അതുപോലെ വീണ്ടും ബബിൾ സോർട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബബിൾ സോർട്ട്, ലീനിയർ സെർച്ച്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അങ്ങനത്തെ കുറച്ച് നോക്കി വയ്ക്കുക. പിന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്നത് നമുക്ക് അറിയത്തില്ല, നമുക്ക് അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഉറപ്പായിട്ട് ചിലപ്പോൾ വരുന്ന രീതിയിൽ നമുക്ക് എക്സ്പെക്ടേഷൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ. ഇവിടെ നോക്കിയാൽ അതിന്റെ ലീനിയർ സെർച്ച് ചോദിച്ചിരിക്കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ലീനിയർ സെർച്ച്, ബബിൾ സോർട്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, പ്രൈം നമ്പർ, ഇങ്ങനത്തെ ഒരു 4-5 ബേസിക്കലി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിന്റെ അൽഗോരിതമും ഫ്ലോ ചാർട്ടും നിങ്ങൾ വരച്ചു കൊടുക്കും. ഇങ്ങനെ ഓഡിയോ ആണോ, കേൾക്കുന്നുണ്ടല്ലോ? Yes, sir. സോ ഫസ്റ്റ് മോഡ്യൂള് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഷോർട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യത. ഫങ്ഷൻസ് ഓഫ് കൺട്രോൾ യൂണിറ്റ് ചോദിച്ചിരിക്കുന്ന സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സിന്റെ ഫ്ലോ ചാർട്ട്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് കുറെ ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മോഡ്യൂൾ അത്രയും ഡിഫിക്കൽട്ട് അല്ല, പക്ഷെ നമുക്കറിയാം എല്ലാ മോഡ്യൂളിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഉള്ളത്. ഇപ്പൊ 20 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു
ഇതാണ് ഫസ്റ്റ്. സോ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബബിൾ സോർട്ടും ലീനിയർ സെർച്ചും നമുക്ക് സിലബസിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ബബിൾ സോർട്ടിന്റെ ലീനിയർ സെർച്ചിന്റെയും അൽഗോരിതം. എന്താണ് അൽഗോരിതം സ്യൂഡോകോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അൽഗോരിതം എന്ന് പറഞ്ഞാല് വളരെ പക്കയാണ് നമ്മൾ പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 എഴുതിക്കൊണ്ടാണ് അൽഗോരിതം. അവിടെ പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള യാതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ യാതൊരു എലമെന്റ്സും നമുക്ക് അൽഗോരിതത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷെ സ്യൂഡോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിക്സഡ് ആണ്. അതായത് കുറച്ച് സ്റ്റെപ്പുകളും കുറച്ച് പ്രോഗ്രാമിന്റെ ലൂപ്പുകളും ഇതൊക്കെ നമുക്ക് സ്യൂഡോകോഡ് എഴുതാൻ പറ്റും. സ്യൂഡോകോഡ് ഒരു പ്രോപ്പർ അൽഗോരിതം അല്ല. അൽഗോരിതം വെച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പം ഫസ്റ്റ് റീഡ് ചെയ്യുക, സം ചെയ്യുക, പ്രിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാണ് അൽഗോരിതം പോകുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിന്റെ ഇപ്പൊ ഒരു റൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഫോർ ലൂപ്പ് ഒക്കെ നമുക്ക് അൽഗോരിതം ഉപയോഗിക്കാറില്ല. നമ്മൾ അവിടെ ഇഫ് കണ്ടീഷൻസ് ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്. പക്ഷേ സ്യൂഡോകോഡിൽ നമുക്ക് ഒരു ഫോർ ലൂപ്പ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. സ്യൂഡോകോഡ് എന്ന് പറഞ്ഞാൽ ഒരു അൽഗോരിതം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഡാണ് സ്യൂഡോകോഡ്. ഓക്കെ, അങ്ങനെ എന്റെ നോട്ട്സ് ഉണ്ട്. നിങ്ങൾ നോട്ട്സ് നോക്കിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇതിന്റെ ഡ്രൈവ് ലിങ്ക് ഷെയർ ചെയ്യാം. ചാറ്റിലുണ്ട്. അതിൽ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു കാര്യം ഞാൻ ആദ്യമേ ഷെയർ ചെയ്തേക്കാം. ഒരുവിധമുള്ള എല്ലാ പ്രോഗ്രാംസും ഈ റിപ്പോസിറ്ററിയിൽ നിന്ന് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിപ്പോസിറ്ററിൽ പോയി കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ഒക്കെ റിപ്പോസിറ്ററി ഉണ്ട്. റിപ്പോസിറ്ററി പോയി കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ഒന്ന് റെഫർ ചെയ്യുന്നുണ്ട്. രണ്ടും ഞാൻ ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ മോഡ്യൂൾ 1 നമ്മൾ പറഞ്ഞ അൽഗോരിതം, ഫ്ലോ ചാർട്ട്, അതുപോലെ സ്യൂഡോകോഡ് ബേസിക് ആയിട്ടുള്ള പോയി കഴിഞ്ഞു. സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സി പ്രോഗ്രാമിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് ക്യാരക്ടർ സെറ്റ്, ടോക്കൺസ്, ഐഡന്റിഫയേഴ്സ്, വേരിയബിൾ ഡാറ്റ ടൈപ്സ്, ഇവിടെ നമുക്ക് ഒരു മിക്സ്ഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പം നമുക്ക് ഈ എക്സ്പ്രഷൻസിന്റെയും അല്ലെങ്കിൽ അരിത്മെറ്റിക് റിലേഷൻ ഓപ്പറേറ്റേഴ്സിന്റെ ഒക്കെ തിയറി പാർട്ടായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ല എങ്കിൽ നമുക്ക് ചോദിക്കുന്നത് പ്രോഗ്രാംസ് ആയിരിക്കും. ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്കൻഡ് മോഡലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രോഗ്രാംസ് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കുറേയധികം പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. അതായത് സെക്കൻഡ് പാർട്ടിൽ വരുന്ന ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഫിഷ് സ്റ്റേറ്റ്മെന്റ്സ്, ലൂപ്പ്, വൈ ലൂപ്പ്, ഫോർ, ബ്രേക്ക്, അങ്ങനെ കണ്ടിന്യൂ, ഇതെല്ലാം വരുന്ന പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. തിയറി പാർട്ടിൽ ചിലപ്പം ഞാൻ ഷെയർ ചെയ്ത ഡ്രൈവില് നമുക്ക് അതിന്റെ തിയറി പാർട്ടും അതിന്റെ പ്രോഗ്രാമിംഗ് പാർട്ടും കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് അതിനെ ഒന്ന് ഇവാലുവേറ്റ് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സെക്കൻഡ് മോഡ്യൂളിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ നമ്മൾ സെക്കൻഡ് മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ സി. ഞാൻ പറഞ്ഞു തിയറി ആയിട്ട് ചോദിക്കാം. ഇവിടെ നമുക്ക് സിയുടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചുള്ള തിയറിയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. രണ്ടാമത് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഒരു പ്രോഗ്രാം ആണ് അല്ലെ. അതായത് പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് പെർഫെക്റ്റ് ഓർ നോട്ട്. ഒരു നമ്പർ പെർഫെക്റ്റ് ആണോ അല്ലേ എന്ന് ചെയ്തിട്ട് ഒരു നമ്പർ പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. A perfect number is a positive integer that is equal to sum of its factors including the number itself. ആ നമ്പർ excluding the number itself. ആ നമ്പർ ഒഴിച്ചുള്ള അതിന്റെ ഫാക്ടേഴ്സിന് സം എടുത്ത് നോക്കുമ്പോൾ ആ സം
നമ്മുടെ ഈ നമ്പറും, അതായത് നമ്പറും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതേ ഒരു പെർഫെക്റ്റ് നമ്പർ ആണെന്ന് പറയാം. നമുക്ക് ആ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാം. പെർഫെക്റ്റ് നമ്പറിന്റെ പ്രോഗ്രാം ജസ്റ്റ് നോക്കാം. ഓക്കെ, ഈ കോഡ് വിസിബിൾ ആണോ? അതാ ഞാൻ കുറച്ചും കൂടി ഫോൺ സൈസ് കൂട്ടണോ? കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. ഓക്കെ, സോ പെർഫെക്റ്റ് നമ്പർ ആണോ അല്ലയോ എന്നാണ് നമുക്ക് ക്വസ്റ്റിന് ചോദിച്ചത്. നമുക്ക് അറൗണ്ട് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 6 മാർക്സ് ഉണ്ടായിരുന്നു. വേറെ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, വേറെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ആസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് അറിയാൻ വിചാരിക്കുന്നു. ഞാൻ അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് പറയുന്നില്ല. ഒരു പ്രോഗ്രാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം നിങ്ങൾ ഇത്രയും പഠിച്ചാണ്. നമുക്ക് ഫസ്റ്റ് ഒരു നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്നു. ഒരു നമ്പർ നമ്മൾ യൂസർ എടുത്ത് വാങ്ങിക്കുന്നു. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ നമ്പറിന്റെ ഡിവിഷൻ, അതായത് ഏതെങ്കിലും നമ്പർ വെച്ച് നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കേണ്ട കാര്യം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ നമ്പർ നമുക്ക് സമ്മിലേക്ക് എടുത്ത് ചെയ്യണം. ഓക്കെ, നമുക്ക് പറഞ്ഞിരുന്നാണ് പോസിറ്റീവ് ഇൻഡിജർ ഫാക്ടർ ആണെങ്കിൽ, ഒരു നമ്പറിന്റെ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ആഡ് ചെയ്യണം. ഫാക്ടർ ആണെന്ന് നോക്കാൻ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റുന്നത്? റിമൈൻഡർ 0 ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ നമ്പറിനെ വേറൊരു നമ്പർ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ നമ്പർ ഫാക്ടർ ആണെന്ന് പറയാം. അപ്പൊ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫാക്ടർ ആയിട്ടുള്ള നമ്പർ എടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുത്ത് ചെയ്യണം, അല്ലെ? ഇവിടെയാണ് നമ്മുടെ ലോജിക് എന്ന്. അപ്പൊ നമുക്കറിയാം, ഒരു നമ്പറിലോട്ട് ഐറ്ററേറ്റ് ചെയ്ത് പോകണം. ഡെഫിനറ്റ്ലി യൂസ് എ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ ലാസ്റ്റ് നമ്പർ എപ്പോഴും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്ത് പ്രൈം നമ്പറിന്റെ കേസിലൊക്കെ നമ്മൾ ഈ ലോജിക്കായി യൂസ് ചെയ്യുന്ന നമുക്ക് എന്ത് മതി? ആ നമ്പറിന്റെ ഹാഫ് പോർഷൻ വരെ പോയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്പറിന്റെ ഹാഫ് പോർഷൻ വരെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും വെച്ചിട്ട് ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഫാക്ടർ ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ നമ്പറിനെ നമ്മൾ സം ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. പെർഫെക്റ്റ് കാണാം, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? സോ 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. എന്തുകൊണ്ടാണ്? 6ന്റെ ഫാക്ടേഴ്സ് ആയ 1 + 2 + 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞത്? 6 ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 6നെ എടുക്കുക, ആദ്യം 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റിമൈൻഡർ 0 കിട്ടുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്, അതായത് 1, 2, 3. അതാണ് നമ്മൾ ഈ ലോജിക് ചെയ്തേക്കുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഈ ഒരു ലോജിക്കിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കോൺസെപ്റ്റും അതിന്റെ ലോജിക് ക്ലിയർ ആണോ? ആണോ? Yes, sir. ഓക്കെ, ഒരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ എക്സ്പെഷ്യലി നമ്മള് ലാബ് സി പ്രോഗ്രാമിനെ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒരു സി പ്രോഗ്രാം പല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് അതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള കമന്റിങ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. കാര്യം പേപ്പർ നോക്കുന്നത് പല ടീച്ചേഴ്സ് ആയിരിക്കും. എല്ലാ ടീച്ചേഴ്സിനും നിങ്ങളെ ലോജിക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള കമന്റ് നമ്മൾ അതിന് മേളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വായിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാവുകയും നിങ്ങൾക്ക് ഫുൾ മാർക്സ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റിയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് ആൻസറിന്റെ മുകളിൽ ചിലപ്പോൾ കണ്ട അവിടെ നമ്മൾ ഡിവൈസസ് എടുക്കുകയാണ്, അതിന് സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യം എഴുതിക്കുക. അതേപോലെ നമ്മൾ എഴുതണം. ഓക്കെ, ഓക്കെ, സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സം നമ്പർ തമ്മിൽ ഈക്വൽ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. സോ സിമിലർ ആയിട്ടുള്ള ലോജിക്കൽ, പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു പാലൻഡ്രോം ഓഫ് എ നമ്പർ, അതായത് ഒരു നമ്പറിന് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിവേഴ്സ് എടുത്ത് സം ചെയ്തെടുക്കുമ്പോൾ നമ്പർ പാലൻഡ്രോം ഓഫ് എ നമ്പർ, അതേപോലെ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക, പ്രൈം നമ്പർ ജനറേറ്റ് ചെയ്യുക, ഓർഡർ ഇവന്റ് നമ്പർ ജനറേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കുറെ ബേസിക് ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ഒരുവിധമുള്ള എല്ലാ പ്രോഗ്രാംസും നിങ്ങൾക്ക് ഞാൻ തന്ന ചിത്രത്തിന്റെ റിപ്പോസ്റ്ററിൽ നിൽക്കുന്നുണ്ട്. ആ റിപ്പോസ്റ്ററിലൂടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ പ്രോഗ്രാംസും നോക്കാം. ഞാൻ യൂണിവേഴ്സിറ്റിയിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർഫെക്റ്റ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നോക്കിയാൽ നമുക്കൊരു 5 മിനിറ്റ്സ് താഴെ സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്.
നിങ്ങൾക്ക് ഏകദേശം 6 മാർക്കും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ അതിന്റെ ഓർപ്പാട്ട് നോക്കണമെങ്കിൽ ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി ചോദിച്ചിട്ടുണ്ട്. അഗൈൻ ഞാൻ പറഞ്ഞ തിയറി എഴുതി എടുക്കുക. പ്രോഗ്രാമിംഗ് ഡിഫിക്കൽട്ട് ഉള്ളവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഇവിടെ 8 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് സി പ്രോഗ്രാം ടു ചെക്ക് വെദർ എ കൗണ്ടിങ് നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. കണ്ടോ, നമ്മൾ പ്രൈം നമ്പർ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഓടിച്ച് നോക്കാം. ഇവിടെ നമുക്ക് നോക്കി കാണും പ്രൈം ക്വസ്റ്റ്യൻ കാണാം. പ്രൈം ആണോ? ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പല രീതിയിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ സോൾവ് ചെയ്തേക്കുന്ന ഒരു രീതി ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്പർ എടുക്കുന്നു. ആ നമ്പറിന് ഞാൻ പറഞ്ഞേക്ക് നമുക്ക് എന്ത് ചെയ്ത് ഈ നമ്പറിന് പ്രൈം ആണെങ്കിലും അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് മതി, അതിന്റെ ഹാഫ് വരെ നമുക്ക് ഐട്രേറ്റ് ചെയ്താൽ മതി. ഐട്രേറ്റ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ നോക്കി നമ്മൾ നേരത്തെ ചെയ്ത അതേ പെർഫെക്റ്റ് നമ്പറിന്റെ സെയിം ലോജിക്ക് തന്നെയാണ്. പെർഫെക്റ്റ് നമ്പറിൽ നമ്മൾ ഇവിടെ ഇന്റിജറിന് സം എടുത്തെങ്കിലും ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇന്റിജറിന് സം എടുക്കുന്നില്ല. ഏതെങ്കിലും പോയിന്റ് വെച്ചിട്ട് ഇത് 0 ആണെങ്കിൽ പ്രൈം നമ്പർ ആയിരിക്കത്തില്ല. ബിക്കോസ് പ്രൈം നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ആ നമ്പർ 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എവിടെയെങ്കിലും വെച്ച് 0 ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ബ്രേക്ക് ചെയ്തു. അതായത് ഈ ലോജിക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് പ്രൈം നമ്പർ ആണെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യും. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് പ്രൈം നമ്പർ അല്ലാന്ന് കണ്ടാൽ എന്ത് പറ്റും, ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പുറത്തു പോയി. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്തേക്കുന്നത് ഈ ഐയുടെ വാല്യൂ, അതായത് ഞാൻ പറഞ്ഞു പ്രൈം നമ്പർ ആണെങ്കിൽ ഇത് ഫുൾ വർക്ക് ചെയ്യുന്ന പറഞ്ഞു അല്ലെ. അപ്പൊ ഐ എന്ത് ചെയ്യും, ഐ വിൽ സ്റ്റാർട്ട് ഫ്രം 2 ടു നമ്പർ ഡിവൈഡ് ബൈ 2 വരെ പോകും അല്ലെ. അപ്പൊ അതിന് പുറത്ത് വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യണം whether the value of I is greater than number divided by 2, number divided by 2 ന് കട്ട് ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൈം നമ്പർ ആണ് അല്ലെ. അത് നമുക്ക് ബ്രേക്ക് ആയില്ല. അതല്ല ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയെങ്കിൽ ഡെഫിനറ്റ്ലി എന്താക്കി വാല്യൂ വിൽ ബി ലെസ് ദാൻ നമ്പർ ഡിവൈഡ് ബൈ 2. നമ്പർ ഡിവൈഡ് ബൈ 2 നെ കാട്ടി കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് പ്രൈം നമ്പർ അല്ലെന്ന് പറയാം. ലോജിക്ക് ഇങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ചെയ്തേക്കുന്ന ലോജിക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ലോജിക്കാണ്. അല്ലെങ്കിൽ പലരും ഫ്ലാഗ് സെറ്റ് ചെയ്ത് ഫ്ലാഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫ്ലാഗ് ഒന്ന് ചെക്ക് ചെയ്യാതെ നമ്മൾ ബ്രേക്ക് ചെയ്താണ് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് ക്ലിയർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് നിങ്ങളുടെ കാണാൻ പറ്റില്ല. ഞാൻ ഈ സ്ക്രീൻ നിൽക്കുന്നത് എനിക്കിപ്പം ഡിസ്റ്റർബിന്റെ സ്ക്രീനാണ്. അപ്പം ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എനിക്കത് നിങ്ങൾ റിസീവ് ചെയ്യുന്നത് മനസ്സിലാവുമല്ലോ. ക്ലിയർ? കണ്ടിന്യൂ ചെയ്തിട്ടോ? യെസ് സർ. ഓക്കെ, സോ അതായിരുന്നു നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. Write a menu-driven program to find the area of a square, triangle, and circle, rectangle according to the choice given. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കൊരു ഡു വൈൽ ലൂപ്പ് ഒക്കെ വെച്ചിട്ട് ഒരു മെനു ഐട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം ആണ്. പോസ്റ്റ് കാണുമായിരിക്കാം. രണ്ടാമത് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. explain any 4 types of operators. 7 മാർക്കിൽ ചോദിച്ചു. അതാണ് ഇവിടെ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്കൊരു തിയറി പാർട്ട് കൂടി ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിന് അതിന്റെ ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ജനറേറ്റ് ദ ഫോളോയിങ് പാറ്റേൺ. ഈ പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്ന സാധാരണ ഈ ലൂപ്പ് അതായത് നമ്മുടെ ലൂപ്പ് ഫോർ ലൂപ്പ് വൈ ലൂപ്പിന്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഈ പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ചിലപ്പം ചോദിച്ച് കാണാറുണ്ട്. ഞാൻ പല ടൈപ്പ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മുടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പല ടൈപ്പ് പാറ്റേൺ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പാറ്റേൺ 1, പാറ്റേൺ 2, പാറ്റേൺ സി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. കണ്ടോ, പാറ്റേൺ 2, പാറ്റേൺ 1, പാറ്റേൺ സി. പാറ്റേൺ 1 നമുക്ക് നോക്കാം. പാറ്റേൺ 1 നമ്മൾ കണ്ട പാറ്റേണിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് ഞാൻ അവിടെ സ്റ്റാർ ആണ് കൊടുത്തേക്കുന്നത്, പക്ഷേ 3 അല്ല 1, 1, 2, 1, 2, 3 എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് അനലൈസ് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഫോർ ലൂപ്പ് നമുക്കൊരു എത്ര റോസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര റോ പോകുന്നു. കോളംസ് എത്ര പ്രിന്റ് ചെയ്യണം എന്നുള്ളത് ജെ ലൂപ്പാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ജെയിൽ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്, ജെയുടെ കണ്ടീഷനിൽ കൊടുത്തേക്കുന്നത് ഐ വരെ. അതായത് ആദ്യത്തെ പ്രാവശ്യം നമുക്ക്
ഫസ്റ്റ് റോയിൽ ഒരു പ്രാവശ്യം പ്രിന്റ് ആവും, സെക്കൻഡ് റോയിൽ 2 പ്രാവശ്യം വേണം, തേർഡ് റോയിൽ 3 പ്രാവശ്യം വേണം. അപ്പൊ ആ റോയുടെ അനുസരിച്ചിട്ടാണ് കോളം വരുന്നത് അല്ലെ. നമ്മൾ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ഐ എന്ന് പറഞ്ഞാൽ റോയും ജെ എന്ന് പറഞ്ഞാൽ കോളമാണ് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ ജെ എന്ത് വരെ ചെയ്യണം, ജെ റോ എത്രയാണോ അത്രയും പോയാൽ മതി. അതുകൊണ്ട് ജെയുടെ കണ്ടീഷൻ എന്താ കൊടുത്തേക്കുന്നത്, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ കൊടുത്തേക്കുന്നത്. ബിക്കോസ് ജെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര റോ, ഇതാണ് റോ, ഇത് റോ ആണെങ്കിൽ ഇത് കോളം. ഓരോ കോളത്തിലും നമുക്ക് എത്ര റോ, ഏത് റോയിലാണ് അത്രയും കോളമാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റാർ ആണ് കൊടുത്തേക്കുന്നത്. ഈ സ്റ്റാറിന് പകരം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ പ്രിന്റ് ചെയ്യേണ്ട നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരുന്നു, 1 2 ആയിരുന്നു അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് 1 1 2 1 2 3 അല്ലെ. നമുക്ക് നോക്കാം അത് എവിടെയാണ്, അതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ ആണ്, നമുക്ക് ഒരു ഡിഫിക്കൽട്ടും ഇല്ല. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഫ്രണ്ടിന് പകരം, ഫ്രണ്ട് നമുക്കറിയാം, ഫ്രണ്ടിൽ എന്ത് ചെയ്യുക, ഈ സ്റ്റാറിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ജെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജെ എന്ത് ചെയ്യും, ആദ്യം 1 പ്രിന്റ് ചെയ്യും, പിന്നെ ജെ 1 2 പ്രിന്റ് ചെയ്യും, ജെ 1 2 3 പ്രിന്റ് ചെയ്യും, പിന്നെ ഓരോ റോയിലും തിരിച്ച് പ്രിന്റ് ചെയ്യും. ഈ സ്റ്റാറിന് പകരം നമ്മൾ ജെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്കത് ആ പാറ്റേൺ കിട്ടും. അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്, വലിയ ഡിഫിക്കൽട്ടുള്ള പാറ്റേൺ അല്ല. അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ അത് നേരത്തെ കണ്ടതിന്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഓക്കെ, നേരത്തെ കണ്ട, അപ്പൊ അതും ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, റിവേഴ്സ് പാറ്റേൺ. അതിനകത്ത് ആകെ ഡിഫറൻസ് നോക്കിയാൽ നമുക്ക് ഇത് നമ്മൾ തിരിച്ചു പോകാനുള്ള, അതായത് ഐയും ജെയും തിരിച്ചു പോകുന്നു എന്നുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. ഐയുടെ വാല്യൂ നേരത്തെ പോലെ തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ജെയുടെ വാല്യൂ നമ്മൾ എന്താ ചെയ്യുന്നത്, ജെ നമുക്ക് റിവേഴ്സിലാണ് പോകുന്നത്. അതായത് എവിടെയാണോ ലിമിറ്റ്, ആ ലിമിറ്റ് തുടങ്ങി താഴേക്ക് പോകും. ഇപ്പൊ ലിമിറ്റ് തുടങ്ങി താഴേക്ക് തിരിച്ചു. നേരത്തെ കൊടുത്ത ഇൻക്രിമെന്റ് ലൂപ്പാണ്, ഇവിടെ ഡിക്രിമെന്റ് ആയിട്ടുള്ള ലൂപ്പാണ് കൊടുത്തത്. അങ്ങനെ ഡിഫറൻസ് മാത്രം കൂടെ ഉള്ളത്. ഇവിടെയും ജെ പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഒരു പാറ്റേൺ കിട്ടും. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഞാനിവിടെ ക്വസ്റ്റിന് കൊടുക്കുക, ഇവിടത്തെ ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു ഡിഫിക്കൽട്ട് പാറ്റേൺ ആണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്, വലിയ പാടൊന്നുമില്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു പിരമിഡ് പോലെ ഉണ്ട് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇഫ് പോസിബിൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഴുതി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കരുത്, ബിക്കോസ് ബൈ ഹാർട്ട് ജസ്റ്റ് നമുക്ക് പല പോയിന്റ്സും മിസ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ 7 മാർക്സ് നമുക്ക് അവിടെ ഉണ്ട്. വളരെ ഒരു 10 ലൈൻ കൂടെ ഉള്ളൂ, നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അവിടെ വീണ്ടും മിനിറ്റ് പറയാമെങ്കിൽ 2 ക്വസ്റ്റ്യൻ സെയിം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ let us see program to check if a number is present in a given list of numbers. If present, give location of the number, otherwise insert the number in the list table. ഇതില് നോക്കിയാൽ നമ്മൾ സാധാരണ കണ്ടത് കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അത് ഇത്രയാണ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത്. കുറച്ച് നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്. ആ നമ്പേഴ്സിന്റെ അവിടെ നമ്മൾ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിന്റെ ലൊക്കേഷൻ പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ നമ്പർ അതിന്റെ എൻഡിലേക്ക് ആഡ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നോക്കാം. ഞാനത് ആദ്യം ഒന്ന് റൺ ചെയ്ത് കാണിക്കാം, എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് പറയാം. ഞാൻ പറയാം, 3 എലിമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എലിമെന്റ്. ഓക്കെ, ഈ ഏതെങ്കിലും എലിമെന്റ് സെർച്ച് ചെയ്യണം. ഓക്കെ, സെർച്ച് സെക്കൻഡ് എലിമെന്റ്. ഓക്കെ, പറയാം നമ്പർ 20 is found at index 2. നമുക്ക് റിസൾട്ട് വരുന്നുണ്ട്. ഇനി അല്ല, നമ്പർ ഇല്ലെങ്കിൽ എന്താ സംഭവിച്ചത്, നമ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ വീണ്ടും എക്സാം കൊടുക്കുന്നു, 10 20 40 and I am going to search number 40. So 40 is not in the list. Not 40 ഇല്ല. അപ്പം എന്ത് ചെയ്തു, 40 ആ ലിസ്റ്റിന്റെ ഫൈനൽ നമ്പറിലേക്ക് ആഡ് ചെയ്തു. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഞാൻ ഈ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യുന്നത് നമ്മുടെ ഒരു പോയിന്റർ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഫൈനലി, ആ പോയിന്ററിന്റെ കൂടെ ഒരു ചെറിയ കോൺസെപ്റ്റ്, ബിക്കോസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷനോട് ചേർത്തിട്ടാണ് ഞാൻ ഈ കേസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസ് ഡിഫിക്കൽട്ട് ആണ്, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് തന്നെ അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓക്കെ, ആദ്യം നമുക്ക് നമ്മൾ കണ്ടോല്ല, ഫസ്റ്റ് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് വേണം. അത്രയും നമ്പേഴ്സിന് വേണ്ടി നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിച്ചു. നിങ്ങൾക്ക് ലാസ്റ്റ് മോഡലിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വരുന്നുണ്ട്. ഡൈനാമിക് മെമ്മറി അലോക്കേഷന് നമുക്ക് ഡിഫിക്കൽട്ട് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തു. ഒരു ഇൻറ്റിജർ പോയിന്റർ അവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിന്റെ ടൈപ്പ് എന്നുള്ള ഇൻറ്റിജർ പോയിന്റർ ആണെന്ന് കാസ്റ്റിംഗ് ചെയ്തു. MLOK ആണ് നമുക്ക് എന്ത് ചെയ്യാൻ ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ടത്. MLOKിലാണ് നമ്മൾ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്.
അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് നമുക്ക് എൻട്രി ചെയ്യണം. അതിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ എലമെന്റ് ഉണ്ടെന്ന് പറയണം. ആ എലമെന്റ് അതിലില്ലാത്തൊരു എലമെന്റ് കൊടുക്കുന്നത് നമുക്ക് ആ എലമെന്റ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം 3 എലമെന്റ്സ് ഉള്ള ഒരു അറയാണ് അല്ലെങ്കിൽ ലിസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 4th പൊസിഷനിലോട്ടാണ് എലമെന്റ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈസിനെ കാട്ടി ഒരെണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ n+1 സൈസിലുള്ള ഒരു മെമ്മറി ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? തന്നെ ചെയ്തോളില്ലേ? എങ്ങനെ തന്നെ ചെയ്യില്ലെന്ന് മനസ്സിലായില്ല. അല്ലാതെ അലോക്കേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇത് നമ്മൾ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്തില്ല. ഇങ്ങനെ അലോക്കേറ്റ് ചെയ്തില്ലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്തില്ലേ നമ്മൾ int array is equal to int array of നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചാൽ ഒരു 10 എലമെന്റ് ഉള്ള അറേ ബൈ ഡിഫോൾട്ട് ഡിക്ലെയർ ആയി, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് 10 എലമെന്റ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ 11 ചെയ്യാൻ പറ്റത്തില്ല. എന്ത് പറ്റും? എറർ കാണിക്കും. ഒരു സ്റ്റാറ്റിക് അറേ ഡിക്ലെയർ ആയി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഡൈനാമിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഇങ്ങനെ ചെയ്താലും മതിയാവും. ഈക്വൽ വെയിറ്റേജ് ആണ് അതിന്. ഈക്വൽ വെയിറ്റേജ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഒരേ മാർക്കാണോ അങ്ങനെ ആദ്യം ചെയ്താലും ഉറപ്പാണ് ഒരേ മാർക്ക്. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ലാസ്റ്റ് ഒക്കെ ഈ ടോപ്പ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടൊന്നും ഇവിടെ. വെയിറ്റേജിന്റെ മാർക്കൊന്നും കുറയത്തില്ല, ബിക്കോസ് ഇവിടെ പോയിന്റർ ഒന്നല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടിനും ചെയ്താലും മാർക്ക് കുറയത്തില്ല. ഇത് നമുക്ക് അവസാനം ലാസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് പ്രോഗ്രാമിൽ ഇത് ആവശ്യം വരുന്നുണ്ടും പിന്നെ ഈ ലോജിക്ക് വൈസ് നമുക്ക് ഇതാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊടുത്തത്. ഇതിന് പകരം നിങ്ങൾ എന്തെങ്കിലും അത് നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് int array ARR 10 എന്ന് ഡിക്ലെയർ ചെയ്താൽ മതി. ഒരു മിസ്റ്റേക്ക് ഇല്ല, നമുക്ക് ഇതിന് പകരം അത് കൊടുക്കാം. ഓക്കെ, നമ്മൾ അറയിലേക്ക് എന്ത് ചെയ്തു, എലമെന്റ്സ് നമ്മൾ എടുക്കുന്നു. എത്ര എലമെന്റ് ആണ് നമ്മൾ ചോദിച്ചാൽ അത്ര എലമെന്റ് അറയിലേക്ക് എടുക്കുന്നു. അപ്പൊ നമുക്ക് അറയിലേക്ക് ഓൾറെഡി എലമെന്റ്സ് ആയി കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് എന്താണ്, നമുക്ക് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇൻസേർട്ട് ചെയ്യണം അല്ലെ? എലമെന്റ് സെർച്ച് ഒരു ഇൻസേർട്ട്. സോ നമ്മൾ സെർച്ച് ചെയ്യുന്നു, ലൂപ്പ് ചെയ്തു. ലൂപ്പ് എന്ത് ചെയ്യുന്നു, അതിന്റെ ഹൈഡ്രേഷൻ പോകുന്നു. എവിടെയെങ്കിലും വെച്ചിട്ട് ആ നമ്പറും അറയിലെ എലമെന്റും തമ്മിൽ സെയിം ആണെങ്കിൽ നമ്മൾ പറയുന്നു അറേ ഓഫ് എലമെന്റ്, ആ എലമെന്റ് അവിടെ ഉണ്ടെന്നും അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ നമുക്കറിയാം. i0 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ പൊസിഷൻ i+1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ബ്രേക്ക് ചെയ്യണം. സപ്പോസ് നമുക്ക് ഈ എലമെന്റ് എൻ്റെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടിയില്ല, അതാ കണ്ടീഷൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇതുപോലെ ഇഫ് ഐയുടെ വാല്യൂ n ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് ലൂപ്പ് മൊത്തം പോയി, നമുക്ക് എന്ത് ചെയ്ത് എന്നിട്ട് നമുക്ക് എലമെന്റ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ അറയുടെ ലാസ്റ്റ് പൊസിഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ പുതിയ നമ്മൾ സെർച്ച് ചെയ്ത എലമെന്റ് ആഡ് ചെയ്യണം. അറയുടെ സൈസ് നമ്മൾ കൂട്ടാം. അതാ ക്വസ്റ്റ്യൻ പറഞ്ഞത്. എലമെന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അറയുടെ സൈസ് കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്തു, ആ അറയെ പ്രിന്റ് ചെയ്തു. മെമ്മറി അലോക്കേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഫ്രീ ആക്കാം. ലോജിക്ക് മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കണ്ടോ, ഞാൻ ഇതിലേക്ക് നേരത്തെ ഞാൻ എല്ലാത്തിനും ഞാൻ കമന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പം ആ പ്രോഗ്രാം വായിക്കുന്ന ഒരാൾക്ക് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഇതിന്റെ ലോജിക്ക് എന്താണ്, ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ എക്സാമിന്, പ്രത്യേകിച്ച് നിങ്ങൾ തിയറി എക്സാം ആയ സമയത്ത് നിങ്ങൾ അവിടെ കമന്റ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ മാർക്ക് ഫുൾ കിട്ടാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. ഓക്കെ, ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഞാൻ പ്രൊസീഡ് ചെയ്തോട്ടെ? ഓക്കെ, അതായിരുന്നു നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഡേറ്റ ടൈപ്സിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്.
ഇന്ത്യയിലേക്ക് ആഡ് ചെയ്യാൻ പോയത്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ പ്രൈം നമ്പർ അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ നോക്കിയിരിക്കണം. പ്രൈം നമ്പർ, ഫിബൊനാച്ചി സീരീസ്, അങ്ങനെ ഇതിനകത്ത് നോക്കി നിങ്ങൾക്ക് റിപ്പോർട്ട് നോക്കി നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ജനറേറ്റ് ഓഡ് നമ്പർ, ജനറേറ്റ് പ്രൈം നമ്പർ ഫംഗ്ഷൻ, ലാർജസ്റ്റ് നമ്പർ, 3 നമ്പേഴ്സ്. സോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രൈം നമ്പർ ആണോ അല്ല ചെക്ക് ചെയ്യുന്ന ബബിൾ സോട്ട് ഒക്കെ അറയിൽ വരും. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുറെ വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ബേസിക് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് സോൾവ് ചെയ്ത് പഠിച്ചു കേട്ടോ. അപ്പൊ ലൂപ്സ്, ഫംഗ്ഷൻസ്, ലൂപ്പാണ് നമ്മുടെ ഈ സെക്കൻഡ് മോഡിൽ വരുന്നത്. അതിൽ മിക്കവാറും അതിന്റെ ഫംഗ്ഷൻ ലൂപ്പിന്റെ സൈഡിലായിരിക്കും മിക്കവാറും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതാണ് സെക്കൻഡ് മോഡ്യൂൾ. കമ്മിങ് ടു തേർഡ് മോഡ്യൂളിൽ നമുക്ക് 2 ടോപ്പിക്കുകളാണ് വരുന്നത്. അവിടെ നമുക്ക് അറേസ് വരുന്നുണ്ട്, 1 ഡയമെൻഷൻ അറേ, 2 ഡയമെൻഷൻ അറേ വരുന്നുണ്ട്, പിന്നെ സ്ട്രിങ്സ് വരുന്നുണ്ട്. സ്ട്രിങ്ങിന്റെ നമുക്ക് പ്രത്യേകം ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2-3 കാര്യം ലീനിയർ സെർച്ച്, ബബിൾ സോർട്ട്, സിമ്പിൾ പ്രോഗ്രാംസ് കവറിംഗ് അറേസ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി അല്ല, ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ എക്സ്പെക്ട് പ്രോഗ്രാംസ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാംസ് ആയിരിക്കും കൂടുതലും വരാനുള്ള സാധ്യത. തിയറി പാർട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് നോക്കാം. 1 ഡയമെൻഷൻ അറേ, 2 ഡയമെൻഷൻ അറേ. 2 ഡയമെൻഷൻ അറേയിൽ നിങ്ങൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സിന്റെ അഡിഷൻ അതൊക്കെ നോക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് അഡിഷൻ ഒക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ 1 ഡയമെൻഷൻ അറേ വെച്ചിട്ടുള്ള ലീനിയർ സെർച്ച്, ബബിൾ സോർട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ലീനിയർ സെർച്ച് ചോദിക്കും. അതുപോലെ 2 ഡയമെൻഷൻ ബബിൾ സോർട്ട് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കും. കാരണം ബബിൾ സോർട്ടും ലീനിയർ സെർച്ചും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞേക്കുന്നത് കൊണ്ട് അത് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ദെൻ സ്ട്രിങ്ങിന്റെ കുറച്ചധികം ഫംഗ്ഷൻസ് ചോദിക്കും. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ റഫറൻസിലേക്ക് നോക്കാം. So write a C program to multiply ഞാൻ പറഞ്ഞു. Matrix multiplication നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുകയാണ്. I think matrix multiplication ഇവിടെ ഞാൻ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് പോസ്റ്റർ ഉണ്ട്, ഇതൊന്ന് റഫർ ചെയ്താൽ മതി. matrix multiplication നിങ്ങൾ ഒരുപാട് ക്ലാസ്സിലൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവും. matrix multiplication ഒക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. Then concatenate 2 strings without using the string handling functions. Okay, 2 strings string handling functions ഉപയോഗിക്കാതെ എങ്ങനെ concatenate ചെയ്യാൻ കുറിച്ച് നോക്കാം. അവിടെ നമ്മൾ സ്ട്രിങ്ങിന്റെ ലെന്ത് എടുത്ത് ആ സ്ട്രിങ്ങിന്റെ ലെന്തിലൂടെ ഐറ്ററേറ്റ് ചെയ്ത് പോയി ഓരോ ഐറ്ററേഷനിലെയും ഒരു സ്ട്രിങ്ങിനെ എന്തിൽ പോയിട്ട് നമ്മൾ അടുത്ത സ്ട്രിങ്ങിനെ അറ്റാച്ച് ചെയ്ത് തരുന്ന പോലെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് 4 മാർക്കാണ് കൊടുത്തേക്കുന്നത്. കാണത്തിലായിരിക്കാം, നോക്കട്ടെ. ഈ കമന്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കണ്ട, ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, നമുക്ക് വളരെ ഇത്ര എളുപ്പമാണ്. കോൺകാറ്റിനേഷൻ നമുക്ക് വിത്തൗട്ട് യൂസിങ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് പരീക്ഷ എക്സാമിന് ചോദിച്ചേക്കുന്നത്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചേക്കുന്നത്. ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടോ? അത് നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായാലും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രിങ്ങിന്റെ ലെന്ത് എടുക്കണം. കാരണം സ്ട്രിങ്ങിന്റെ ലെന്ത് എടുത്തിട്ട് ആ ലെന്ത് വെച്ച് നമ്മൾ ഓരോരോ സ്ട്രിങ്ങിന്റെ ക്യാരക്ടറിന്റെ ഓരോരോ ഇൻഡെക്സിന്റെ പാസ് ചെയ്ത് പോയിട്ട് ഒരു സ്ട്രിങ്ങിന് എന്തിലേക്ക് നമ്മൾ അടുത്ത സ്ട്രിങ്ങിനകത്തുള്ള വാല്യൂസിനെ കൊണ്ടിട്ടാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ഡിഫിക്കൽട്ട് അല്ല, അത് നമുക്ക് നോക്കാം. അതായത് ഒരു മെട്രിക്സ് അത് സിമെട്രിക് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സിമെട്രിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസും തമ്മിൽ നമ്മൾ എടുക്കണം, അല്ലേ? അത് സിമെട്രിക് ആണോ അല്ല എന്ന കാര്യം. അതുപോലെ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ ഇത് കുറച്ച് അധികം ഡിഫിക്കൽട്ട് ആണ് ക്വസ്റ്റ്യൻ ആണ്. ഇത് റെഗുലർ ക്വസ്റ്റ്യൻ ആണ്, സപ്ലിമെന്ററി ആണ്. നോക്കട്ടെ, സപ്ലിമെന്ററി ആയിരുന്നു. സോ സിമെട്രിക്കിന്റെ ഞാൻ പറഞ്ഞുതരാം. സിമെട്രിക്കിന്റെ നമുക്ക് വലിയ ഡിഫിക്കൽട്ടി ഇല്ല. സ്ക്യൂ സിമെട്രിക്കിന്റെ ഞാൻ നോട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. സിമെട്രിക്കിന്റെ ഞാൻ കാണിച്ചു തരാം.
സോ ഒരു രണ്ട് മെട്രിക്സ് സിമെട്രിക് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യനാണ്. സോ സിമെട്രിക് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതാണ് ലോജിക്ക്. ഓക്കെ, ഒരു മെട്രിക്സ് എടുക്കുന്നു, ആ മെട്രിക്സിന്റെ ഐ ജെയും ജെ ഐയും അല്ലെ, നമുക്കറിയാം സിമെട്രിക് മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിമെട്രിക് മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിമെട്രിക് മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. വൺ ടു ത്രീ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 2 3 അല്ലെ, 2 4 5 2 4 5 3 5 8 3 5 8 അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫസ്റ്റ് ഇതൊക്കെ എ ആയി, രണ്ടാമത്തെ ഗണം ഈ ഫസ്റ്റ് റോയില് രണ്ടാമത്തതും സെക്കൻഡ് റോയിലെ ഫസ്റ്റും തമ്മിൽ സെയിം ആണെന്ന് നോക്കണം അല്ലെ. അതിനുള്ള ലോജിക്കാണ് നമ്മുടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നോക്കിയാൽ മെട്രിക്സിന്റെ ഐ ജെയും മെട്രിക്സിന്റെ ജെ ഐ ഇത് രണ്ട് തമ്മിൽ സിമിലർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് സിമെട്രിക് അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കണ്ടീഷൻ ഇഫ് മെട്രിക്സ് ഓഫ് ഐ ജെ നോട്ട് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ജെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് എ സിമെട്രിക് മെട്രിക്സ്. നമ്മൾ അത് അടച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യും. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റർലി ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സിമെട്രിക് ആണോ അല്ലെ എന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്തേക്കുന്നത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ വേരിയബിളിന്റെ വാല്യൂ 1 ആക്കിയിട്ടുണ്ട്. ഈ ലൂപ്പിനകത്ത് കയറിയിട്ട് എവിടെയെങ്കിലും വെച്ച് സിമെട്രിക് ആവുകയാണെങ്കിൽ അല്ല നോട്ട് സിമെട്രിക് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നതിന് സിമെട്രിക് എന്ന് പറയുന്ന വേരിയബിളിന്റെ 0 ആക്കുന്നു. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സിമെട്രിക് 1 ആണെങ്കിൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആണെന്നും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നോട്ട് സിമെട്രിക് മെട്രിക്സ് ആണെന്നും. ഇങ്ങനെയാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഐ ജെ ജെ ആയി തമ്മിലുള്ള കോമ്പിനേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് രണ്ട് എല്ലാം സെയിം ആയി മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും വെച്ചത് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. പക്ഷേ ഇത് പറഞ്ഞ പോലെ നിങ്ങൾ മെട്രിക്സ് അഡിഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നോക്കി വയ്ക്കുക, അത് നന്നായിട്ട് തന്നെ നോക്കി വയ്ക്കുക. വരെ അത് എപ്പോഴെങ്കിലും മിക്കവാറും അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കാണുന്നു. ഇതിന്റെ പാർട്ട് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ അല്ലെ. ഒരു നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റിന്റെയും ലാസ്റ്റ് ഡിജിറ്റിന്റെയും സം എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഡിജിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മോഡുലേഴ്സ് ഓപ്പറേറ്റ് എടുത്താൽ മതി, ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. ഫസ്റ്റ് ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കാൻ പറ്റുന്ന അതിന് ഡിവൈഡ് ചെയ്തിട്ടില്ല, ഡിവൈഡ് ചെയ്ത് നോക്കില്ല, ആ ഡിവൈഡ് എടുത്തിട്ട് ഫസ്റ്റ് കോഷ്യന്റ് വാല്യൂ എടുത്തില്ല, ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക. അങ്ങനെ നമുക്ക് എടുത്തിട്ട് ഫസ്റ്റ് ഡിജിറ്റിന്റെയും ലാസ്റ്റ് ഡിജിറ്റിന്റെയും നമ്പർ തമ്മിലുള്ള സം. നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ വേണം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നോക്കുന്നില്ല, നമുക്കറിയാം നമുക്കിപ്പം ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ChatGPT പോലുള്ള നമ്മുടെ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ പഠിക്കുന്നതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ ChatGPT എടുക്കുക, ChatGPT എടുത്ത് ചെയ്യുക, ടെസ്റ്റ് കൊടുക്കുക, സോ നമുക്ക് അതിന്റെ സൊല്യൂഷൻ വന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എടുക്കുന്നു. ഫസ്റ്റ് ഡിജിറ്റ് എടുക്കാൻ വേണ്ടി ഡിജിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിവിഷൻ എടുത്തു, ലാസ്റ്റ് ഡിജിറ്റ് എടുക്കാൻ വേണ്ടി ചെയ്ത് നമ്മുടെ സബ്ട്രാക്ഷൻ എടുത്തു. ഫസ്റ്റ് ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ കിട്ടും, എന്താണ് ചെയ്തിരിക്കുന്നത് ലോജിക്ക് കിട്ടും. പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസിബിലിറ്റി ഉപയോഗിക്കാം. കാര്യം നമുക്കിപ്പം ടെക്നോളജിക്ക് ഇത്രയധികം അഡ്വാൻസ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കുന്നതിനെ കാര്യത്തിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ടൈപ്പ് കാസ്റ്റിംഗ് നെയിംഡ് അത് നമുക്ക് തിയറി ചോദിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോസ് ഓഫ് മാട്രിക്സ് ചോദിച്ചിട്ടുണ്ട്. സോ ട്രാൻസ്പോസ് ഓഫ് മാട്രിക്സ് അഡിഷൻ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ
ഞാൻ പറയുന്നതൊക്കെ നോട്ട് ചെയ്യുക. ഇതൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ഇനി 4 സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. ഓക്കെ, സോ അതിന്റെ പാർട്ടില് റിവേഴ്സ് ഓഫ് എ സ്ട്രിംഗ്, ഇത് നമുക്ക് സാധാരണ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ്. അതായത് റിവേഴ്സ് ഓഫ് എ സ്ട്രിംഗ്, കോൺകാറ്റനേഷൻ ഓഫ് സ്ട്രിംഗ്, ഇതെല്ലാം വിത്തൗട്ട് യൂസിങ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് സാധാരണ ചോദിക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. അതായത് സ്ട്രിംഗ് കോൺകാറ്റനേഷൻ, റിവേഴ്സ് ഒക്കെ ചോദിക്കുന്നത്. രണ്ടാമത് ചോദിച്ചിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ബബിൾ സോർട്ട് ആണ്. ബബിൾ സോർട്ടും ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾ ബബിൾ സോർട്ട് നിങ്ങൾ പഠിക്കുന്നു. ബബിൾ സോർട്ടും ലീനിയർ സെർച്ചും അതിൽ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ മെട്രിക്സ് അഡിഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ട്രാൻസ്പോസ് മെട്രിക്സ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ പോസിബിലിറ്റി ആണ്. പക്ഷേ ഇതല്ലാതെ വേണമെങ്കിലും ചോദിക്കാം. നമ്മുടെ സ്ട്രിംഗ് കോൺകാറ്റനേഷൻ വിത്തൗട്ട് യൂസിങ് സ്ട്രിംഗ് ബിൽറ്റ് സ്ട്രിംഗ് ഫംഗ്ഷൻ, അതേപോലെ തന്നെ റിവേഴ്സ് ഓഫ് എ സ്ട്രിംഗ് വിത്തൗട്ട് സ്ട്രിംഗ് ഫംഗ്ഷൻ, ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് വിത്തൗട്ട് യൂസിങ് സ്ട്രിംഗ് ഫംഗ്ഷൻ, ഇങ്ങനെ കുറച്ച്, അതായത് സ്ട്രിംഗ് ഫംഗ്ഷൻ ഉള്ള സാധനം തന്നെ വിത്തൗട്ട് യൂസിങ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ചോദിക്കും. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നു. അതാണ് നമുക്ക് മെയിൻലി മോഡൽ 3യിലേക്ക് വരുന്നത്. മോഡൽ 4ലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് റിക്കർഷൻ ഉണ്ട്, അതുപോലെ ഫംഗ്ഷൻ, സ്റ്റോറേജ് ക്ലാസസ്, സ്ട്രക്ചറെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇത് കുറച്ചും കൂടി നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കാം. നോക്കി, സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നത്, ഇംപ്ലിമെന്റ് സി പ്രോഗ്രാം ടു ആക്സെപ്റ്റ് അഡ്മിഷൻ നമ്പർ ആൻഡ് നെയിം ഓഫ് n സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ടു പ്രിപ്പയർ റോൾ ഈസ് ബേസ്ഡ് ഓൺ ദ അൽഫബറ്റിക് ഓർഡർ ഓഫ് ദ നെയിംസ്. ഇതേപോലത്തെ സ്ട്രക്ചറിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. സ്ട്രക്ചറിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പോൾ സ്ട്രക്ചറും ഫയലും കൂടി കമ്പൈൻ ആയിട്ട് ചോദിക്കും. സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ ഇതൊക്കെ നമ്മളറിയാം. റാങ്ക് ലിസ്റ്റ്, റോൾ ലിസ്റ്റ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതെല്ലാം റിപ്പോസ്റ്റ് കിടപ്പുണ്ട്, ഡിറ്റൈൽ റിപ്പോസ്റ്റ് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ചോദിക്കുന്നത്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സും തിയറി ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫംഗ്ഷൻ, യെസ്, ഇതിൽ സംശയം ഉണ്ടോ? റിക്കർഷൻ ചോദിച്ചിട്ടുണ്ട്. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ, ഈ റിക്കർഷനകത്ത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കർഷൻ. ഓക്കെ, അപ്പൊ ഈ 4th മൊഡ്യൂളിൽ റിക്കർഷൻ സൈഡിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പോസ്റ്ററിൽ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കർഷൻ കാണാം. സോ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ റിക്കർഷൻ നിങ്ങൾ നോക്കാം. അത് ഭയങ്കര എളുപ്പമുള്ള പ്രോഗ്രാമാണ്. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോഗ്രാം അല്ല. ശരിക്കും ഇത്രയുള്ള ലോജിക്ക് എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ എഴുതുക. ആ ഫംഗ്ഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻഡിജർ നമ്പറിനെ പാസ് ചെയ്യുക. ഇഫ് വാല്യൂ ഓഫ് n is equal to 0 ആണെങ്കിൽ റിട്ടേൺ 1 പറയുക. എൽസ് റിട്ടേൺ n into ഫാക്ടോറിയൽ ഓഫ് n. ഇത്രയും കാര്യം മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഫാക്ടോറിയൽ ഓഫ് n നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിനെ പാസ് ചെയ്ത് കോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് അൺസൈൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് സോ ഇതുണ്ടോ? ഓക്കെ, ഇൻഡിജർ ആയിട്ട് കൊടുക്കുക. ഇൻഡിജർ റിട്ടേൺ ടൈപ്പ് ഫാക്ടർ ഇൻഡിജർ കൊടുക്കുന്നു. n is equal to 0 ആണെങ്കിൽ റിട്ടേൺ 1 പറയുന്നത്. ഇതാണ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ. നിങ്ങളുടെ പ്രോഗ്രാം ചെയ്ത് പഠിക്കുന്ന പ്രോഗ്രാം ചെയ്ത് പഠിക്കുക. അല്ലാത്തത് ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതല്ലാതെ വേറൊരു കാര്യം ഇത് മനസ്സിലാക്കാനില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്പറിനെ വാങ്ങിക്കുക, ആ നമ്പറിനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുക. ഈ നമ്പർ വാങ്ങിക്കുക, ആ നമ്പറിനെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമേ നമുക്കിവിടെ നമ്പർ വാങ്ങിക്കുന്നു, ആ നമ്പർ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്.
പ്രോഗ്രാം എല്ലാം എനിക്കറിയാം, കുറേയധികം പേര് പ്രോഗ്രാംസ് എക്സ്പെഷ്യലി നോൺ CS ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെല്ലാം പ്രോഗ്രാംസ് ബൈഹാർട്ട് ചെയ്തിരിക്കും. അപ്പം നിങ്ങൾക്ക് ഞാനത് എൻകറേജ് ചെയ്യുന്നില്ല, പക്ഷേ പഠിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടോറിയൽ നമ്പർ ചോദിക്കും. പിന്നെ നമുക്ക് സാധനം ചോദിക്കുന്നത് ഫിബൊനാച്ചി നമ്പർ യൂസിങ് റിക്കർഷൻ ആയിട്ട്. ഇത് നമുക്ക് സാധാരണ ചോദിച്ചു നോക്കാം. ഫിബൊനാച്ചി നമ്പർ എങ്ങനെ റിക്കർഷൻ മാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ഇതും ഫിബൊനാച്ചി നമ്പറിന്റെ റിക്കർഷനെ സാധാരണ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഫിബൊനാച്ചി അതുപോലെ തന്നെ ഫാക്ടോറിയൽ ഓഫ് n. ഓക്കെ, ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്ത് പഠിക്കാനുണ്ട്. താഴെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾക്കത് കോംപ്ലക്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പാട് ChatGPT പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട്. നേരത്തെ ഞാൻ കണ്ടല്ലോ, നേരത്തെ നമുക്ക് ആദ്യം വന്ന് അൺസേർഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞു, ഞാൻ അതെന്ത് ചെയ്തു, ഇൻഡിജർ ആക്കി എടുത്തു അല്ലെ. ഇൻഡിജർ ആക്കിയാൽ കസ്റ്റമൈസ് എടുത്തു. ഇതൊക്കെ ഇങ്ങനത്തെ ടെക്നോളജി ഒക്കെ വെച്ച് നിങ്ങൾ പഠിക്കണം. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ടൈം ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്യുന്ന സമയം ലീനിയർ സെർച്ച് വെച്ചിട്ടുണ്ട്. ലീനിയർ സെർച്ച് ഞാൻ പറഞ്ഞു, ലീനിയർ സെർച്ച് ബബിൾ സോർട്ടും പഠിക്കേണ്ട കാര്യമാണ്. കമ്പയർ ദ ഡിഫറെന്റ് ഫങ്ഷൻസ് വിത്ത് ലൈബ്രറി ഫങ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, റൈറ്റ് ടോറന്റ് the vowels and constants in a string. So vowels constants സ്ട്രിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് സ്ട്രിങ്ങിലൂടെ ഐട്രേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് അവിടുത്തെ കുറച്ച് സ്ട്രിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു കൊടുത്തിട്ടുണ്ട്. നേരത്തെ പല സ്റ്റുഡന്റ് ഗ്രേഡ് സ്ട്രക്ചർ വെച്ചിട്ടുള്ള സ്റ്റുഡന്റ് ഗ്രേഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം കൊടുത്തിട്ടുണ്ട്. സ്ട്രിങ്ങിന്റെ ഫങ്ഷൻസ് നോക്കുക. സ്ട്രിങ്ങിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഞാൻ പ്രോഗ്രാം ടു റിവേഴ്സ് സ്ട്രിംഗ് without using string handling. സ്ട്രിംഗ് ഞാൻ പറഞ്ഞ റിവേഴ്സ്, സ്ട്രിംഗ് കോൺകാറ്റനേഷൻ, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും നോക്കിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഞാൻ ബബിൾ സോർട്ട് ചോദിച്ചിട്ടുണ്ട്. ബബിൾ സോർട്ടും സ്ട്രിങ്സും, അതായത് അറേ സ്ട്രിങ്സ് മെട്രിക്സിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് അഡിഷൻ, മെട്രിക്സ് ട്രാൻസ്പോർട്ടേഷൻ. ഒന്നുകൂടി പറയണം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മോഡിൽ പഠിക്കുന്നത്. മെയിനായിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് അഡിഷൻ ആൻഡ് മെട്രിക്സ് ട്രാൻസ്പോർട്ടേഷൻ. സ്ട്രിംഗ് ലെന്ത് കാണുന്നത് വിത്തൗട്ട് യൂസിങ് സ്ട്രിംഗ് ഫംഗ്ഷൻ, സ്ട്രിംഗ് കോൺകാറ്റനേഷൻ വിത്തൗട്ട് യൂസിങ് സ്ട്രിംഗ് ഫംഗ്ഷൻ, സ്ട്രിംഗ് റിവേഴ്സ് വിത്തൗട്ട് യൂസിങ് സ്ട്രിംഗ് ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ നോക്കുക. ദെൻ അതേപോലെ നിങ്ങൾ നോക്കേണ്ടത് ബബിൾ സോർട്ടും ലീനിയർ സെർച്ച്. ഇത്രയും ടോപ്പിക്ക് ഇതിൽ നിങ്ങൾക്ക് അപ്പോൾ കിട്ടാനാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളുടെ പോലെ ഇരിക്കും. മോഡൽ 4 നമുക്ക് ഞാൻ പറഞ്ഞ റിക്കർഷൻ അറേസ് ചോദിക്കുമ്പോൾ നമുക്ക് ടു ഡയമെൻഷൻ അറേസ് കാരണം ഇവിടെ വരും. ഫംഗ്ഷൻസ് അങ്ങനെ ഒരുപാട് രീതിയിൽ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ചോദിക്കാറില്ല. പിന്നീട് ചോദിക്കുന്നത് എന്താണ്, മറ്റേ സ്ട്രക്ചർ നമുക്ക് ചോദിക്കും. ഫൈനലി പോയി ലാസ്റ്റ് നോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പോയിന്റേഴ്സ് വെച്ചിട്ട് ഫയൽസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് പല രീതിയിൽ മിക്സ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ ഒരു ഫയലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഫയലിൽ നിന്ന് വേറൊരു ഫയലോട്ട് എങ്ങനെ കോപ്പി ചെയ്യുന്നത്, ഒരു ഫയലിന്റെ കണ്ടന്റ് എടുത്ത് ഒരു ഫയലിന് ഓപ്പൺ ചെയ്തിട്ട് ആ ഫയലിനകത്ത് കുറച്ച് മാനിപ്പുലേഷൻസ് വരുത്തിയിട്ട് അത് അടുത്ത ഫയലിലോട്ട് റൈറ്റ് ചെയ്യും. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ 4 മോഡിൽ പഠിച്ച എല്ലാ ടോപ്പിക്കുകളുടെയും കവറേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ 5th മോഡൽ എക്സ്പെക്ട് ചെയ്യും. സോ 5th മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ write a C program using pointers to compute the sum and mean of all elements in an array. പിന്നെ പോയിന്റേഴ്സ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു ഫയലിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഫയലിൽ നിങ്ങൾക്ക് ഒരു ഫയലിന്റെ എപ്പോഴും നമുക്കൊരു ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്രിയേറ്റ് ഫയൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം.
അതാണ് ഫസ്റ്റ് നമുക്ക് ഫയലിൽ കോപ്പി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സോഴ്സ് ഫയലിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷൻ ഫയലിലോട്ട് നമുക്ക് എങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് നോക്കുന്നത്. അതായത് സോഴ്സ് ഫയലിനകത്ത് ഓപ്പൺ ചെയ്ത് ആ സോഴ്സ് ഫയലിലെ കണ്ടന്റുകൾ ഒരു ഡെസ്റ്റിനേഷൻ ഫയലിലോട്ട് എങ്ങനെ റൈറ്റ് ചെയ്യാൻ എന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ രണ്ട് ഫയലുകൾ നമുക്ക് വേണം. ഒരു ഫയൽ നമുക്ക് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യണം, അനദർ ഫയൽ വി നീഡ് ടു ഓപ്പൺ ഇൻ ദ റൈറ്റ് മോഡ്. അപ്പൊ നമുക്ക് രണ്ട് ഫയൽ പോയിന്റർ ആവശ്യമുണ്ട്. ഞാൻ ആദ്യത്തെ ഫയൽ പോയിന്റർ സോഴ്സ് ഫയൽ, രണ്ടാമത്തെ ഫയൽ പോയിന്റർ ഡെസ്റ്റിനേഷൻ ഫയലിന് കൊടുത്തു. then നമുക്ക് അതിന്റെ കണ്ടന്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്യാരക്ടർ അറേ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ട് ക്യാരക്ടർ അറേ ഉണ്ട്. ഓരോരോ ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടി ഇത്രയാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ്. ഓക്കെ, സോ യൂസർ എടുത്തുന്ന സോഴ്സ് ഫയൽ വാങ്ങിച്ച് ചെയ്യാൻ നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ഗീവ് ദ ഫയൽ നെയിം. ഇവിടെ ഫയൽ നെയിം കൊടുത്താലും മതി. ഫയൽ നെയിം വാങ്ങിക്കണം നിർബന്ധമില്ല. ഇവിടെ ഫയൽ നെയിം ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഇതൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എഫ് ഓപ്പൺ എന്ന കമാൻഡ് വെച്ചിട്ടാണ്. സോ എഫ് ഓപ്പൺ, ദെൻ ഫയൽ നെയിം, ദെൻ അതിന്റെ മോഡ്. ഏതൊക്കെ മോഡുണ്ട്? റീഡ് മോഡ്. റീഡ് മോഡ് എന്ന് വെച്ചാൽ നമുക്ക് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. റൈറ്റ് മോഡ് എന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് ചെയ്യണതാണ്. അപ്പൻ മോഡ്, റൈറ്റ് മോഡ്, അപ്പൻ മോഡ് നമ്മുടെ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാല് റൈറ്റ് മോഡ് എന്ന് വെച്ചാൽ ഓൾവേസ് ഓരോ പ്രാവശ്യം ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ കണ്ടന്റ് എംപ്റ്റി ആക്കി കളയും. അപ്പൻ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫയൽ ക്ലോസ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും ഓപ്പൺ ചെയ്യും. ഇപ്പൊ എത്ര കണ്ടന്റ് ഉണ്ടോ ആ കണ്ടന്റ് അവിടെ ഉണ്ടാവും. ആ കണ്ടന്റ് എൻഡിലേക്കായിരിക്കും അടുത്ത കണ്ടന്റിന് റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൻ മോഡ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏത് മോഡൽ? ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഫയലിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യണം. നമുക്ക് എന്താണ് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം. സെക്കൻഡ് ഫയൽ ഏതാണെന്ന് നമുക്ക് ചോദിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഫയലിനെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡ് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. നമ്മളൊരു ഫയലിന്റെ കണ്ടന്റിന് വേറെ ഫയലിലോട്ട് റൈറ്റ് ചെയ്യണം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ get c put c യൂസ് ചെയ്യാം. ഓക്കെ, get c and put c. കാരണം നമുക്ക് അതിന്റെ സൈസോ കാര്യങ്ങളോ അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ്സ് ബെറ്റർ ടു യൂസ് get c and put c. സോ get c എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് get c യിൽ നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് റീഡ് ചെയ്യുന്ന ഫയൽ പോയിന്റർ പറഞ്ഞു. നമുക്ക് എന്താണ് സോഴ്സ് ഫയലാണ്, ഇതാണ് പോയിന്റർ, സോഴ്സ് ഫയൽ റീഡ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഈ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു ലൂപ്പ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, while ch is equal to get c of source file end of file ആണെന്ന് പോയിക്കിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, അതെല്ലാം നമ്മൾ put c വെച്ച് നമ്മൾ ഡെസ്റ്റിനേഷൻ ഫയലിലൂടെ റൈറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇൻപുട്ട് ഫയലിൽ നിന്ന് ഓരോ 1 by 1 ക്യാരക്ടർ ആയിട്ട് നമ്മൾ ch എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് എടുത്തു. ആ ch വേരിയബിളിലേക്ക് എടുത്ത് എന്ത് ചെയ്തു, നമ്മൾ അതിന് ഡെസ്റ്റിനേഷൻ ഫയലിലൂടെ റൈറ്റ് ചെയ്തു. put c യുടെ കമാൻഡ് ഇതാണ്, put c ക്യാരക്ടർ ഫയൽ പോയിന്റർ. get c യുടെ കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ fget c, ഫയൽ get c ആണ്. fget c ഇൻപുട്ട് ഫയൽ പോയിന്റർ. ഏത് ഇൻപുട്ട് ഫയൽ പോയിന്റർ ഇതാണോ എടുക്കേണ്ടത് ആ ഇൻപുട്ട് ഫയൽ പോയിന്റർ എടുക്കുക. ഇൻപുട്ട് ഫയൽ ആകുന്നത് നമ്മൾ പോവുക. സോ സിംപ്ലി നമുക്ക് ഒരു ഫയലിനെ വേറെ ഫയലിലൂടെ കോപ്പി ചെയ്യാൻ പറ്റുന്നു. വളരെ ഈസിയാണ്, ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് കാര്യമല്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആണോ? ഈ ഫയൽ പറഞ്ഞ കാര്യം ലാസ്റ്റ് മോഡൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫയലുകൾ കൃത്യമായി എടുത്തു തരാറില്ല, അല്ലെങ്കിൽ സമയക്കുറവ് വേണം, സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയ ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്ത് എങ്ങനെ റൈറ്റ് ചെയ്യാം? ആർക്കെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഒരു ഫയലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വേറൊരു ഫയലിലോട്ട് എങ്ങനെ റൈറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസിനാണിത്. ഇത് 8 മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്യൂട്ടബിൾ എക്സാമ്പിൾ ഡിസ്പ്ലേ മോഡ്സ് ഓഫ് ഓപ്പണിംഗ് ഇൻ ഫയൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ചില സമയത്ത് നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി, write a program to read and store the details, name, employee code, integer, and salary of n employees in a company into a file using structure. Print the details of employee whose employee code is given. നല്ല ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒറ്റയടിക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് കഴിഞ്ഞാൽ 14 മാർക്സ് ആണ് നിങ്ങൾക്ക് അത് ആ ക്വസ്റ്റ്യൻ തരുന്നത്. അതായത് നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ട് എംപ്ലോയിയുടെ ഡീറ്റെയിൽസിനെ റീഡ് ചെയ്യുക, ആ സ്ട്രക്ചറിന് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു എംപ്ലോയി കോഡ് വെച്ചിട്ട് ആ എംപ്ലോയി ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഇത് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ പ്രോഗ്രാം. അതായത് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായാലും ഒരു സ്ട്രക്ചറിൽ എന്ത് ചെയ്യുക, എംപ്ലോയി ഡീറ്റെയിൽസ് വാങ്ങിക്കുക, അതിന് ഫയലിലോട്ട് റൈറ്റ് ചെയ്യുക, എന്നിട്ട് എംപ്ലോയി കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫയലിൽ നിന്ന് ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളതാണ്.
നമുക്ക് സ്ട്രക്ചറിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം ബൈ യൂസിങ് ദ കീവേഡ് സ്ട്രക്ട് ആണ്. എംപ്ലോയി ആണ് സ്ട്രക്ചറിന്റെ പേര്. അവിടെ നമുക്ക് നെയിം ഉണ്ട്, എംപ്ലോയി കോഡ് ഉണ്ട്, സാലറി ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഓൾവേസ് നമുക്ക് സ്ട്രക്ചറിനെ എന്ത് ചെയ്യണം, മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഫയൽ ഉണ്ട്, ഫയൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമുക്ക് ആവശ്യമനുസരിച്ച് സ്ട്രക്ചറിന്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഫയൽ ഓപ്പൺ ചെയ്തു. കാര്യം നമുക്ക് എന്ത് ചെയ്യണം, ആ സ്ട്രക്ചറിന്റെ ഫയലോട്ട് റൈറ്റ് ചെയ്യണം. ഇവിടെ ഫയൽ ഓപ്പൺ, നെയിം ഓഫ് ദ ഫയൽ ആൻഡ് ഫയൽ മോഡിൽ ഓപ്പൺ ചെയ്യണം അല്ലേ. ലൂപ്പ് അൾട്ടറേറ്റ് ചെയ്തു. അത് ചെയ്ത് നമുക്കറിയാം സ്ട്രക്ചറിൽ എങ്ങനെയാണ് സ്ട്രക്ചർ വേരിയബിൾ നെയിം ഡോട്ട് നെയിം, ഈ സ്ട്രക്ചർ വേരിയബിൾ നെയിം നോട്ട് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കട്ടെ. സ്ട്രക്ചർ വെച്ചിട്ട് നമ്മുടെ വേരിയബിൾ നെയിം എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ക്ലിക്ക് ചെയ്തു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സ്റ്റെപ്പ്. അതായത് നമുക്ക് ഇവിടെ ഒരു ഫിക്സഡ് സ്ട്രക്ചറിലുള്ള ഒരു കണ്ടന്റ് ആണ് നമുക്ക് ഫയലിലോട്ട് റൈറ്റ് ചെയ്യേണ്ടത് ഇല്ലേ. നേരത്തെ നമുക്ക് ഒരു ഫിക്സഡ് സ്ട്രക്ചറിലെ കണ്ടന്റ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. ഏത് ഫയലുണ്ട് ആ ഫയലുള്ള കണ്ടന്റിനെ എടുത്ത് കോപ്പി ചെയ്ത് വേറെ ഫയലോട്ട് റൈറ്റ് ചെയ്യാനാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, അങ്ങനെയല്ല. നമുക്കറിയാം നമുക്ക് റൈറ്റ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ഇങ്ങനെ സ്ട്രക്ചർ, ഒരു പേരുണ്ട്, ഒരു എംപ്ലോയി കോഡ് ഉണ്ട്, അതുപോലെ തന്നെ സാലറി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എഫ് റൈറ്റ് എന്നൊരു കമാൻഡ് വെച്ചാൽ നമ്മൾ റൈറ്റ് ചെയ്തു. എഫ് റൈറ്റ് എന്ന കമാൻഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, റൈറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു, സ്ട്രക്ചറിന്റെ പേര് പറഞ്ഞു. ദെൻ സൈസ് ഓഫ് ദ എംപ്ലോയി, അതായത് ആ എത്രയാണോ സ്ട്രക്ചറിന്റെ സൈസ്, ഒരു നമുക്കുള്ളത് ഫയൽ. ഇത് നമുക്ക് എഫ് റൈറ്റ് വെച്ച് ഇത് നമുക്ക് എന്ത് ചെയ്തു, ഫയൽ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്തു, ഫയലിന് ഓപ്പൺ ചെയ്ത റിപ്പോർട്ടില് നമ്മൾ എന്ത് ചെയ്യുന്നത്, എംപ്ലോയി കോഡ് ചോദിച്ചു അല്ലെ. എംപ്ലോയി കോഡ് ചോദിച്ചു. നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് എഫ് റീഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. എഫ് റീഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗിൾ തന്നെ, എഫ് റൈറ്റ് പോലെ തന്നെ എഫ് റീഡ് വെച്ച് നമ്മൾ റീഡ് ചെയ്തു. എംപ്ലോയി കോഡ് വെച്ച് നമ്മൾ എംപ്ലോയി കോഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, എംപ്ലോയി കോഡും ആ കോഡും സെയിം ആണെങ്കിൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തു. ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, എംപ്ലോയി കോഡ് നോട്ട് ഫോം. സോ ഇത് നിങ്ങൾക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് 14 മാർക്കാണ് കിട്ടുന്നത്. അറൗണ്ട് എത്രയാണ് നോക്കിയാൽ ഇത് ഇന്നത്തെ സ്പേസിംഗ് എല്ലാം കുറഞ്ഞാൽ 50 ലൈൻസ് കോഡ് അല്ലെങ്കിൽ 20 ലൈൻസ് കോഡ്, ഒരു 30-35 ലൈൻസ് കോഡേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഈ 8 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 14 മാർക്സ് കിട്ടും. ഇത് മനസ്സിലായോ? ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? കേട്ടില്ല. കാർത്തിക് ലോജിക് എന്നിട്ട് പറയണം. കാർത്തിക് ഇത്രയുള്ളൂ. കാർത്തിക് ഓക്കെ. സ്ട്രക്ചർ മനസ്സിലായല്ലോ? സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? ഓക്കെ. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നിട്ട് പറയാം. ഒരു സ്ട്രക്ചറിൽ നമുക്ക് കുറെ എലമെന്റ്സ് എടുക്കുക. ആ സ്ട്രക്ചറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് ചെയ്യാൻ നോക്കാം. സ്ട്രക്ചർ എടുത്തു. ആ സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എത്ര എംപ്ലോയീസ് ആണെന്ന് ചോദിച്ചു. ഓരോ എംപ്ലോയി നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൂപ്പിലൂടെ നമ്മൾ ഗെറ്റ് ചെയ്തു. നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചു. റൈറ്റ് മോഡിലേക്ക് ഓരോ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഗെറ്റ് ചെയ്തു. ഇവിടെ വരെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, സ്ട്രക്ചർ വെച്ച് എംപ്ലോയി ഡീറ്റെയിൽസ് ഗെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈനിലാണ് നമ്മൾ ഫയലിലോട്ട് റൈറ്റ് ചെയ്യുന്നത്. എഫ് റൈറ്റ് എന്ന് പറയുന്ന കമാൻഡ് വെച്ച് ചെയ്യുന്നത്. എഫ് റൈറ്റിന്റെ സിന്റാക്സ് ഞാൻ കാണിച്ചു തരാം. എഫ് റൈറ്റിൽ നമുക്ക് ആദ്യം പോയിന്റർ കൊടുക്കണം. അത് ഏത് പോയിന്റർ, സൈസ്, എത്ര എലമെന്റ് ഉണ്ടെന്ന് പറയണം. ഇതിന്റെ ഫയൽ സ്റ്റെപ്പ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എഫ് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, എഫ് റൈറ്റ് നമുക്കറിയാം ഈ എങ്ങോട്ടാണ് പോയിന്റർ, ഈ എംപ്ലോയി എന്നുള്ള വേരിയബിൾ ആണ് നമ്മുടെ പോയിന്റർ. നമ്മൾ അതിന് അഡ്രസ് പാസ് ചെയ്തു. ബിക്കോസ് പോയിന്റർ ആണ് നമ്മൾ എന്ത് ചെയ്തത്, അഡ്രസ് പാസ് ചെയ്തത്. ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് നമ്മൾ സൈസ് ഓഫ് എന്ന ഫംഗ്ഷൻ വെച്ചെടുത്തു അല്ലേ. ഒരു റെക്കോർഡാണ് നമുക്ക് പാസ് ചെയ്യാനുള്ളത്. എങ്ങോട്ടാ പാസ് ചെയ്യേണ്ടത്,
ഈ ഫയൽ എന്ന് പറയുന്ന ഫയൽ പോയിന്ററാണ് പാസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ സ്റ്റെപ്സ് കഴിയുമ്പോൾ നമ്മൾ ഫയലിലോട്ട് നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതിന്റെ ഫയൽ ക്ലോസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ആദ്യം ആ ഫയലിൽ ഒരു റെക്കോർഡ് റീഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ റെക്കോർഡും നമ്മൾ കൊടുത്ത എംപ്ലോയി കോഡും തമ്മിൽ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പ്രിന്റ് ചെയ്യണം. ഇതിനെ റൺ ചെയ്ത് കാണിക്കാം. അങ്ങനെ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. സോ നമുക്ക് എത്ര എംപ്ലോയി ആണ് ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? 2 എംപ്ലോയി കൊടുക്കാം. ഫസ്റ്റ് നെയിം, എംപ്ലോയി കോഡ്, ദെൻ സാലറി. ഓക്കെ, ഇപ്പൊ ഇത് ഫയലോട്ട് റൈറ്റ് ചെയ്തു. സെക്കൻഡ് എംപ്ലോയി ചോദിച്ചു, സെക്കൻഡ് എംപ്ലോയി, എംപ്ലോയി കോഡ്, സാലറി. ഓക്കെ, ഇനിയിപ്പം ഫയലോട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമ്മൾ എംപ്ലോയി കോഡ് കൊടുക്കുന്ന ആ എംപ്ലോയി കോഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യും. ഞാനിപ്പം എംപ്ലോയി കോഡ് 222 കൊടുത്താൽ എന്ത് ചെയ്യും? ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും? എംപ്ലോയി ഉണ്ട്, എംപ്ലോയി ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും? തിരിച്ചു തരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നോൺ ഫോൾഡർ ഫയൽ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് റീഡ് മോഡിലെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ്, എംപ്ലോയി കോഡ് വെച്ച് നമ്മൾ ഏത് എംപ്ലോയി ഡീറ്റെയിൽസ് സെർച്ച് ചെയ്തു. ഇനി നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് ഓരോരോ റെക്കോർഡ് റീഡ് ചെയ്യും. അതാണ് ഇവിടെ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. F റീഡ് വെച്ച് നമ്മൾ ഓരോരോ റെക്കോർഡായിട്ട് റീഡ് ചെയ്യും. ആദ്യത്തെ റെക്കോർഡ് റീഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ എംപ്ലോയിയുടെ നെയിം, എംപ്ലോയി കോഡ്, സാലറി വരും. ഓക്കെ, ഇത് നമ്മൾ ചെക്ക് ചെയ്തത് ആ എംപ്ലോയി കോഡും നമ്മൾ കൊടുത്ത് സെർച്ച് ചെയ്ത എംപ്ലോയി കോഡ് സെയിം ആണ് സെർച്ച് ചെയ്തു. ആണെങ്കിൽ എന്ത് ചെയ്തു? ആ എംപ്ലോയി ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തു. ഇതാണ് ചെയ്യുന്നത്. മനസ്സിലായി? ക്ലിയർ ആയി? ഡൗട്ടിൽ ചോദിച്ചു, ഒരു കുഴപ്പമില്ല. ക്ലിയർ ആയി? ഇത് 40 മാർക്സ്. ഇപ്പൊ ഇതുപോലത്തെ ഇവിടെ നമുക്ക് ഫയൽ വന്നു, സ്ട്രക്ചർ വന്നു, അല്ലെ? ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ലാസ്റ്റ് മോഡലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോ ചില സമയത്ത് എപ്പോഴും അതുപോലെ ഡിഫിക്കൽട്ട് ആണെന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Write a C program to replace the vowels in a text file with the characters. 7 മാർക്ക്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, നമ്മള് ഒരു ടെക്സ്റ്റ് ഫയലിനകത്ത് കണ്ടന്റ്സ് നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യാൻ നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതാണ്? F getCയും F putsയും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരോ ക്യാരക്ടർ. ഇപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ഒരു F getC വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? ക്യാരക്ടർ എടുക്കുക. ആ ക്യാരക്ടർ വെബൽസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ റീപ്ലേസ് ചെയ്ത് എക്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അതിന് റൈറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കാണിക്കുന്നത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പറയാം. ഒരു ഫയലുണ്ട്, ആ ഫയലിൽ എന്ത് ചെയ്യുക? കണ്ടന്റ്സ് റീഡ് ചെയ്യുക. ആ റീഡ് ചെയ്യുന്ന കണ്ടന്റ്സ് വെബൽസ് ആണ് എന്ന് എന്ത് ചെയ്യുക? അതിന് പകരം എക്സ് എന്നാക്കിയിട്ട് എന്ത് ചെയ്യുക? ഫയലോട്ട് റൈറ്റ് ചെയ്യുക. നമുക്ക് 2 ഫയലുണ്ട്. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? സോഴ്സ് ഫയൽ നമുക്ക് എന്ത് ചെയ്യാം? റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം. റീഡ് മോഡിൽ നമ്മൾ സോഴ്സ് ഫയൽ ഓപ്പൺ ചെയ്തു. അടുത്ത ഫയൽ എന്ത് ചെയ്തു? റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. നോക്കി ഓരോരോ ക്യാരക്ടർ നമ്മൾ ഗെറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ ഇതുപോലെ ലോജിക് ഉപയോഗിച്ചായിരുന്നു. CH.getC വെച്ചിട്ട് നമ്മൾ ഓരോ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ക്യാരക്ടർ ഏതെങ്കിലും, അതായത് വവൽസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം? EX ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ ക്യാരക്ടറിന് അതുപോലെ നമുക്ക് ചെയ്യണം. ഇവിടെ 2 ലോവർ ഉപയോഗിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫയലിലുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അതിനെ സ്മോൾ ലെറ്റർ ആക്കാൻ വേണ്ടിയാണ്. നമ്മൾ സ്മോൾ ലെറ്റർ തന്നെ കൊടുക്കുന്ന അസംഷൻ ആണെങ്കിൽ നമുക്ക് ഈ 2 ലോവർ ഇല്ല, ജസ്റ്റ് CH is equal to A ആണ് സെർച്ച് ചെയ്താൽ മതി. CH is equal to A ആണെങ്കിൽ CH is equal to E ആണെങ്കിൽ ഞാൻ സെർച്ച് ചെയ്താൽ മതി. അത് കുഴപ്പമില്ല. ഇവിടെ കൊടുത്തേക്കുന്ന ലോജിക്കല് നമ്മളത് ക്യാപിറ്റൽ ആണെങ്കിൽ അതിനെ സ്മോൾ ആക്കുന്നുണ്ട്. അത്രയും ഡിഫറൻസ്. ഓക്കെ, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ക്യാരക്ടർ റൈറ്റ് ചെയ്തതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? എക്സ് റൈറ്റ് ചെയ്യും ഫയലോട്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ ഫയലിൽ നിന്ന് കിട്ടിയ ക്യാരക്ടറിനെ റൈറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഈ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ ഇത് സിമ്പിൾ ആണ്. നമുക്ക് ഇതൊന്നും ഈ സ്റ്റെപ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എന്ത് ചെയ്യാതെ ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഫയലിനെ കൊടുക്കുക. ഇത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ വേണമെന്നില്ല. ഒരു ഫയൽ എടുത്ത് ആ ഫയൽ എന്ത് ചെയ്തു? ഒന്ന് റൈറ്റ് മോഡിലും ഒന്ന് റൈറ്റ് മോഡിലും ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഫയലിനെ എടുത്ത് ഫുൾ ചെയ്തു. ഒന്ന് 2 ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് മനസ്സിലാകുന്നുണ്ട്. ഫയൽസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുപോലത്തെ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി വെച്ചാൽ നല്ലതായിരിക്കും.
ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞതിനകത്ത്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എടുക്കാം. ഇതൊരു ക്ലിയർ? Yes, sir. Write a C program to print the elements of an array in the reverse order using pointer. ഈ അറേയും പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് നിങ്ങൾ കോംപ്ലക്സ് ആയിക്കണ്ടേ, നമുക്കിത് ഭയങ്കര ഈസി ചെയ്യാം. കാര്യം നമുക്ക് അവിടെ പോയിന്റർ ഉപയോഗിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ മാത്രമേ കൊണ്ടുവരുള്ളൂ അല്ലേ. ഞാൻ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അതിന് റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യുക, പോയിന്റേഴ്സ് വെച്ച് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യുക. റിവേഴ്സ് ഓർഡറിൽ പോയിന്റ് വെച്ചിട്ട് അറേ പ്രിന്റ് ചെയ്യുക. അറേയുടെ പ്രത്യേകിച്ച് അറേ അഡ്രസ് ലൊക്കേഷൻ തന്നെയാണ്. ഞാനിവിടെ എന്ത് ചെയ്തു, ഫസ്റ്റ് അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അറേയിലേക്ക് എലമെന്റ്സ് എടുത്തു. റിവേഴ്സ് ഓർഡർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അറേയുടെ റിവേഴ്സ് ഓർഡർ വരുന്നു, n-1 പോകുന്നു. സോ ഇവിടെ ഞാൻ എന്താ ഇത് പോയിന്റ് കോൺസെപ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ അറേയുടെ കണ്ടന്റ് നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഡയമെൻഷൻ അറേയുടെ കണ്ടന്റ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ് അല്ലെ. അറേയുടെ അഡ്രസ് പ്ലസ് ഐ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രിന്റ് ദ കണ്ടന്റ് ഓഫ് ദ അറേ. അതെന്ത് ചെയ്തു, റിവേഴ്സിൽ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ഫ്രം ദ n-1 സ്റ്റാർട്ട് ചെയ്തു, greater than 0 i-1. ഇത് റിവേഴ്സ് ഇൻക്രിമെന്റൽ ലൂപ്പ് അല്ലെ ഡിക്രിമെന്റൽ ലൂപ്പ്. സിമിലർലി നിങ്ങൾക്ക് പോയിന്റേഴ്സ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. ബിക്കോസ് പോയിന്റർ നമുക്ക് ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ പോയിന്റർ അരിത്മെറ്റിക് എന്നാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില സമയത്ത് ചില ക്വസ്റ്റ്യൻ ഇടുന്നവര് ഇതുപോലത്തെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം, ചിലപ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് വരാം. പക്ഷേ പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് സ്കീമിലൊക്കെ കുറച്ചുകൂടി റിലാക്സേഷൻ തരും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സിലെ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ടോപ്പിക്കിലോ എന്തെങ്കിലും കാര്യത്തിലോ ഡൗട്ട് ഉണ്ട്? യൂണിയനും സ്ട്രക്ചറും ഒരേപോലെ തന്നെയാണ്. നമുക്ക് അതിന്റെ ഡിഫറൻസ് വെച്ച് അതിന്റെ മെമ്മറി അലോക്കേഷന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് സ്ട്രക്ചറിന് പകരം യൂണിയൻ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കണം എന്നൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സാധാരണ യൂണിയൻ വെച്ചിട്ട് അങ്ങനെ പ്രോഗ്രാംസ് ചെയ്യാൻ ചോദിക്കത്തില്ല. നമുക്ക് ആകെ ചോദിക്കുന്നത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ സ്ട്രക്ചർ കണ്ടില്ലേ, സ്ട്രക്ചർ എന്താ വന്നത്, ഒരു നെയിം വന്നു, ഞാൻ എന്താണ് ഡിഫറൻസ് കാര്യം ഞാൻ പറഞ്ഞു. കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, sir. ഓക്കെ. ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ സ്ട്രക്ചർ എന്നാണ് ഡിഫൈൻ ചെയ്തിരുന്നത് അല്ലേ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ഇതിനെ നമുക്ക് യൂണിയൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതായത് ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാം ക്യാരക്ടർ, അതായത് 100 നമുക്കറിയാം ക്യാരക്ടർ 1 ബൈറ്റ് ആണ്. സോ 100 ബൈറ്റ്സ് ക്യാരക്ടർ വരുന്നുണ്ട്. ഇൻഡിജർ എന്ന് പറയുന്നത് എത്രയാണ്, 2 ബൈറ്റ് 4 ബൈറ്റ് വരാൻ 2 ബൈറ്റ് എടുക്കാം, 2 ബൈറ്റ് ആണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞതാണ് 4 ബൈറ്റ് ആണ്. ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ എത്ര ടോട്ടൽ മെമ്മറി അലോക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 ബൈറ്റ് പ്ലസ് 100 പ്ലസ് 2 102 പ്ലസ് 4 106 ടോട്ടലി 106 ബൈറ്റ്സ് ഓഫ് മെമ്മറി നമുക്ക് അലോക്കേറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ നമ്മളിത് യൂണിയൻ വെച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഏതാണോ ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ, അതായത് ഇത് യൂണിയൻ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വേണ്ടതിനാണ് ഈ ക്യാരക്ടർ വരുമ്പോഴാണ് മാക്സിമം വേണ്ടത്. ഈ മാക്സിമം ആയിട്ടുള്ള വാല്യൂ മാത്രമേ നമുക്ക് അസൈൻ ചെയ്ത് കിട്ടത്തുള്ളൂ. അതായത് ഈ ഒരു 100 ബൈറ്റ്സിലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ അതിന് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ കണ്ടു, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എംപ്ലോയി നെയിം എംപ്ലോയി കോഡും സാലറി എടുത്തിട്ട് ഒരുമിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫയലോട്ട് റൈറ്റ് ചെയ്തത്. യൂണിയൻ ആണെങ്കിൽ ഇത് പറ്റത്തില്ല. കാര്യം നമ്മൾ എംപ്ലോയി നെയിം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എംപ്ലോയി നെയിമിന്റെ വാല്യൂ വരും.
എംപ്ലോയി കോഡ് എടുക്കുന്നു, നമ്മുടെ എടുത്ത മെമ്മറി ലൊക്കേഷനോട്ട് അയക്കാൻ ചെയ്യുന്നത് വീണ്ടും ഓവർ ആയിട്ട് ഇത് പോകും. യൂണിയൻ വെച്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അത്രേ ഉള്ളൂ, നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. യൂഷ്വലി യൂണിയൻ അങ്ങനെ പ്രോഗ്രാമിംഗിൽ ചോദിക്കത്തില്ല, മോസ്റ്റ്ലി അത് യൂണിയനും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഞാൻ പറഞ്ഞത് ഡൗട്ട് ചോദിച്ചൊക്കെ ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിക്കേഴ്സീവ് ഫംഗ്ഷൻ നോൺ റിക്കേഴ്സീവ് ഒരുമിച്ച് കൊടുക്കും. എന്ത് കാർത്തിക്? റിക്കേഴ്സീവ് ഫംഗ്ഷനും നോൺ റിക്കേഴ്സീവും ഒരുമിച്ച് കൊടുക്കും. റിക്കർസീവ് നോൺ റിക്കർസീവ് ഫംഗ്ഷൻ ഒരുമിച്ച് ചോദിക്കുക ചോദിച്ചത്? ഒരുമിച്ച് കൊടുക്കും. ഒരുമിച്ച് തന്നെ ചോദിക്കാറില്ല, ഒറ്റതാണ് ചോദിക്കാറില്ല. റിക്കർസീവ് ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ റിക്കർസീവ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ ചോദിക്കത്തില്ലായിരിക്കും. റിക്കർസീവ് നോൺ റിക്കർസീവ് കൂടി കമ്പൈൻ ആയിട്ട് ചോദിക്കാറില്ല. മറ്റെന്തെങ്കിലും ഡൗട്ട്? എക്സാം ടൈം ആണ്, നിങ്ങൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, നമുക്കത് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. സർ ഡൗട്ട്സ് ഇല്ലെന്ന് തോന്നുന്നു. നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. യെസ് സർ. ഓക്കെ. Thank you, sir, for the session. Thank you, sir.